നിങ്ങൾക്കറിയാലോ, ഏതൊരു ജോബ് ഫീൽഡായാലും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ നമ്മളും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻസ് ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഷമീമ, മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് എൻ്റെ സ്ഥലം. ഞാൻ BSc പോളിമർ കെമിസ്ട്രി ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പോൾ കണ്ണൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കരിയർ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി. ദെൻ മാരേജ് കഴിഞ്ഞു. 4 വർഷം ഗ്യാപ്പ് വന്നു. 2 മക്കളായി. ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് ടീച്ചിങ് ഫീൽഡിലും ഹോസ്പിറ്റൽ ഫീൽഡിലും താല്പര്യം ഉണ്ടായിരുന്നു. 4 വർഷത്തെ ഗ്യാപ്പിൽ ഞാൻ B.Ed, TTC, PG ഈ 3 കോഴ്സ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. സാഹചര്യം കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. മിസ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നല്ല. എൻ്റെ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സായി. ഇപ്പോൾ എൻ്റെ മുന്നിൽ എത്രയും വേഗം ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പണ്ട് മുതലേ എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഫീൽഡാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഒരുപാട് സ്കോപ്പുകളും വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജോലി കിട്ടുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ ഫീൽഡ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ആ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തത്. നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അതിന് ബേസിക് നോളജ് കിട്ടുന്നത് വേണ്ടി ബാംഗ്ലൂരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 3 മാസത്തെ ഒരു കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. അവിടുന്ന് ബേസിക് നോളജും ഐഡിയാസൊക്കെ കിട്ടി. നിങ്ങൾക്കറിയാലോ, ഏതൊരു ജോബ് ഫീൽഡായാലും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ നമ്മളും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻസ് ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ നിലവിലുള്ള വർക്ക് രീതികൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു വഴി. അങ്ങനെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പല ഹോസ്പിറ്റലിലും അന്വേഷിച്ചപ്പോഴും ഇൻറ്റേൺഷിപ്പിന് പോലുള്ള വേക്കൻസി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യൻസ് ഗ്ലോബലിനെ പറ്റി അറിയുന്നതും അവിടുത്തെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുന്നതും. അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ വേക്കൻസി അവരെന്നെ അറിയിക്കുകയും കണ്ണൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കണ്ണൂരിലുള്ള ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു.